കള്ളം, പച്ചക്കള്ളം. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ ആ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നത്? ശേഖര, ചേട്ടാ പോലീസിനെ വിളിക്ക്. ആ കുട്ടി പറഞ്ഞത് നുണയാണ്. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുമില്ല, ആ കുട്ടിക്ക് ഒരു അപേക്ഷയിൽ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല. അച്ഛാ. ഋതുമോളെ, മോള് മാറി നിൽക്ക്. അല്ല ചെറിയച്ഛ, എനിക്ക് സംസാരിക്കണം. ആ കുട്ടി കൊണ്ടുവന്ന അപേക്ഷാ ഫോമിൽ അച്ഛന്റെ ഒപ്പിട്ട് കൊടുത്തത് ഞാന്. എന്താ മോളെ നീ പറയുന്നേ? സത്യ ചെറിയച്ഛ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആ കുട്ടി വളരെ അത്യാവശ്യമായിട്ട് അച്ഛന്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഈ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് അച്ഛന്റെ ഒപ്പിട്ട് നൽകേണ്ടി വന്നു. രാജു, മാറി നിൽക്ക്. മാറി നിൽക്കാൻ. കണ്ടില്ലേ എല്ലാവരും ഇവളുടെ ധിക്കാരം? എത്ര വലിയ കുറ്റമാണ് ഇവൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ? കള്ള ഒപ്പിടുന്നത് എത്ര വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണെന്ന് അറിയാമോ നിനക്ക്? ഇവിടെ നിർത്തേണ്ട സ്ഥാനത്ത് ഞാൻ നിർത്തുമ്പോ നിങ്ങളെല്ലാവരും ആവശ്യമില്ലാതെ ഇവളെ ലാളിച്ചിങ്ങനെ വഷളാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാനില്ലാത്തപ്പോ എന്റെ മുറിയിൽ കയറി എന്റെ ഒപ്പിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ശേഖര, പോലീസിനെ വിളിക്ക്. അയ്യോ, അത് വേണം ഏട്ടാ. വേണം. തെറ്റ് ചെയ്തത് ആരായാലും അതിന്റെ ശിക്ഷ അനുഭവിച്ചിരിക്കണം. വേണ്ട ഏട്ടാ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. ഇവളുടെ ഭാവിയെ കുറിച്ച് ഓർത്തെങ്കിലും ഈ ഒരു ഒറ്റ തവണത്തേക്ക് ചേട്ടൻ ഇവളോട് ക്ഷമിക്കണം. ഇവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നിങ്ങൾ ഇങ്ങനെ ഇടയിൽ നിന്ന എന്തും ചെയ്യുന്ന ഒരു ധിക്കാരിയായി ഇവൾ മാറിയത്. എന്റെ മുന്നിൽ നിന്നും പിടിച്ചോണ്ട് പോയവളെ. എന്തൊരു കഷ്ടമാണിത്. സ്വന്തം മകളെ കൊണ്ട് ലോകത്തോരെ അച്ഛൻ ഇത്രയും കഷ്ടപ്പാടുണ്ടാവില്ല. അവള് ജനിച്ച അന്ന് തുടങ്ങിയതായത്. മടുത്തു ഞാൻ. രാജു, നീ എന്റെ മുറിയിലേക്ക് വാ. അകലെ